ടിപ്സ് ആൻഡ് ട്രിക്സ് ഓഫ് ഇന്റഗ്രേഷൻ. ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇന്റഗ്രൽ എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ്. താഴെ കിടക്കുന്ന ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് മുകളിൽ കിട്ടുന്ന ഡിനോമിനേറ്റർ ആണോ എന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് താഴെ കിടക്കുന്ന ഫംഗ്ഷൻ തന്നെ എടുത്തെഴുതാം. കുറച്ച് എക്സാമ്പിൾസ് ആണിത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്റഗ്രേഷൻ 2x ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഡി എക്സ്. താഴെ കിടക്കുന്ന ഫംഗ്ഷൻ ആണ് എക്സ് സ്ക്വയർ പ്ലസ് 1. അതിന്റെ ഡെറിവേറ്റീവ് എന്താ കിട്ടുന്നത്? 2x ആണ്. അത് തന്നെയാണല്ലോ ന്യൂമറേറ്ററിൽ വരുന്നത്. അപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലോഗ് മോഡ് താഴെ കിടക്കുന്ന ഫംഗ്ഷനായ എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് സി എന്ന് എഴുതാം. ഇതാണ് ഇതിന്റെ ആൻസർ. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇന്റഗ്രൽ 1 ബൈ എക്സ് പ്ലസ് 5 ഡി എക്സ്. താഴെ കിടക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 5 ആണ്. അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 ആണ്. കാരണം 5 കോൺസ്റ്റന്റ് ആയത് 0 ആയപ്പോൾ എക്സിന്റെ ഡെറിവേറ്റീവ് 1 കിട്ടും. മേളിൽ നമുക്ക് 1 എന്നാണ് കിടക്കുന്നത്. അപ്പൊ ഇതും ആ ഫസ്റ്റ് ടൈപ്പ് പോലത്തെ ഫോർമുല അപ്ലൈ ചെയ്യാം. അപ്പം ലോഗ് മോഡ് എക്സ് പ്ലസ് 5 പ്ലസ് സി കിട്ടും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്റഗ്രേഷൻ സീക് സ്ക്വയർ എക്സ് ബൈ ടാൻ എക്സ് ഡി എക്സ്. താഴെ കിടക്കുന്ന ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ടാൻ എക്സ് ആണ്. അപ്പോൾ ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് സീക് സ്ക്വയർ എക്സ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലോഗ് മോഡ് ടാൻ എക്സ് പ്ലസ് സി എന്ന് എഴുതാം. ഇനി സെക്കൻഡ് ടൈപ്പ് ഫോർമുല എന്ന് പറയുന്നത് ഇന്റഗ്രൽ എഫ് ഡാഷ് എക്സ് ബൈ റൂട്ട് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതിനകത്ത് റൂട്ടിനകത്ത് വരുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആയിരിക്കണം മുകളിൽ വരുന്നത്. അപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 2 ഇൻറ്റു റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് സി എന്ന് എഴുതാൻ പറ്റും. എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും 1 ബൈ റൂട്ട് ഓഫ് എക്സ് ഡി എക്സ്. താഴെ ഈ റൂട്ടിനകത്ത് കിടക്കുന്ന ഫംഗ്ഷനാണ് എക്സ്. അതിന്റെ ഡെറിവേറ്റീവ് ആണ് നമുക്ക് 1. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? റൂട്ട് ഓഫ് താഴെ കിടക്കുന്ന ഫംഗ്ഷൻ റൂട്ട് ഓഫ് എക്സ് പ്ലസ് സി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്റഗ്രൽ 2x പ്ലസ് 4 ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 10 ഡി എക്സ്. അപ്പൊ ഇത് നോക്കുമ്പോഴത്തേക്കും റൂട്ടിനകത്ത് കിടക്കുന്ന എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 10ന്റെ ഡെറിവേറ്റീവ് എടുത്ത് നോക്കാം. 2x പ്ലസ് 4 അത് തന്നെയാണല്ലോ ന്യൂമറേറ്റർ വരുന്നത്. അപ്പൊ നമുക്ക് ഇതേ ഫോമുല തന്നെ എഴുതാം. 2 ഇൻറ്റു റൂട്ട് ഓഫ് താഴെ കിടക്കുന്ന ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 10 പ്ലസ് സി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2x പ്ലസ് 2 ബൈ റൂട്ട് ഓഫ് ഇന്റഗ്രൽ എഴുതുന്നു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3. ഇവിടെ താഴെ ഡിനോമിനേറ്റർ കിടക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 ആണ്. ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2x പ്ലസ് 2 ഇത് തന്നെയാണല്ലോ ന്യൂമറേറ്ററിൽ വരുന്നത്. അപ്പൊ നമുക്ക് വീണ്ടും ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് സി. നമ്മൾ കോൺസ്റ്റന്റ്